നമ്മൾ ഈ ആശ കൊടുത്തിട്ട് ആനനെ കൊടുക്കരുത് എന്നോ അങ്ങനെ എന്തോ പറയലില്ലേ? ആ ഒരു പറച്ചിലിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനും പിന്നെ കേരളത്തിലെ ഫാൻസിനും ശരിക്കും അങ്ങോട്ട് കിട്ടിയത്. ആദ്യം അണ്ണൻ തേച്ചു, പിന്നെ മെസ്സിയും കൂട്ടരും തേച്ചു, അതും ഒരാഴ്ചൻ്റെ ഉള്ളിൽ. അണ്ണന്റെ കേസിൽ എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലേനു കേട്ടോ. പക്ഷെ മെസ്സിന്റെ കേസിൽ അങ്ങനല്ല. ഇവർ വെറുതെ കുറെ ഹൈപ്പ് കൊടുത്ത് പ്രതീക്ഷ തന്ന് ആൾക്കാരെ ഊമ്പിച്ച് വിട്ട് ഇനിയിപ്പോ മാർച്ചിൽ മെസ്സിനെ അർജന്റീനയും കൊണ്ടുവരാൻ ഒന്നും കൂടി ശ്രമിക്കുന്നൊക്കെ കേൾക്കണോ. എന്തെങ്കിലുമൊക്കെ കാണിക്ക്. എനിവേ, കഴിഞ്ഞ ദിവസം MLS-ന്റെ പ്ലേ ഓഫ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്റർ മിയാമി 3-1 നാഷ്വില്ലിനെ തോൽപ്പിച്ചു. മെസ്സിക്ക് അനദർ ബ്രേസ്. ബെസ്റ്റ് ഓഫ് 3 സീരീസിലെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു ഇത്. ആൻഡ് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ ഇന്റർ മിയാമി MLS അടിക്കുന്നു. അതുപോലെ ഗോവക്കെതിരെയുള്ള 2-1 AFC ചാമ്പ്യൻസ് ലീഗ് 2 വിജയത്തിന് ശേഷം സൗദി പ്രോ ലീഗിലെ അൽ നാസറിന് അനദർ വിൻ. കണ്ടിന്യൂസ് ആയിട്ട് 6 മാച്ചിലാണ് ഒരു ജയിച്ചിട്ടുള്ളത്. അൽ ഹസമിനെ 2-0 തോൽപ്പിച്ചപ്പോൾ ജോ ഫിലിക്സ് ആൻഡ് ഓഫ് കോഴ്സ് അണ്ണൻ ആളുടെ 950ാമത്തെ ഗോൾ. ഓക്കെ, 50 മോർ ഫോർ ദ 1000. ടീമിന്റെ ഭാഗത്തുനിന്നും അണ്ണന്റെ ഭാഗത്തുനിന്നും ഇറ്റ് വാസ് എ മിഡ് പെർഫോമൻസ്. വലിയ മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ടീം ജയിച്ചു. അണ്ണൻ സ്കോർ ഷീറ്റിൽ വന്നു. തൽക്കാലം നമുക്ക് അത് വെച്ച് ആശ്വസിക്കുക. അടുത്ത അൽ നസർ മാച്ച് വരുന്നത് കിങ്സ് കപ്പില് അൽ ഇത്തിഹാദിനെതിരെയാണ്. അനദർ വിൻ നീഡഡ്. അത്രേ ഉള്ളൂ. ഓൾസോ ഞാൻ നിങ്ങളോട് ഇടയ്ക്കേ പറയലുള്ളൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ആക്കി വെക്കി. ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പിന്നല്ലേ, ഞാനൊരു ഷോക്കിംഗ് കാര്യം കണ്ടിട്ടോ. ഫുട്ബോളിൽ ഇങ്ങനെ നടക്കുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷെ നടന്നു. ബയൺ മ്യൂണിക് 3-0 മോൺഷൻ ഗ്ലാഡ്ബാക്കിനെ തോൽപ്പിച്ചപ്പോ അതിൽ ഹാരി കെയ്ന് ഗോളും ഇല്ല, അസിസ്റ്റും ഇല്ല. ഓ മൈ ഗോഡ്, അതും നടന്ന് ഫൈനലി. ചില ഹേറ്റേഴ്സ് ഇപ്പൊ പറയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹാരി കെയ്നെ പറ്റി പൊക്കി പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ ജിങ്സ് ചെയ്തതാണെന്നൊക്കെ. ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ലട്ടോ. പിന്നെന്താ, ഒരു പുതിയ 17 വയസ്സുകാരൻ പൊട്ടി മുളച്ചിട്ടുണ്ട് കേട്ടോ. ചെക്കൻ കുറച്ച് ദിവസം മുന്നെയാണ് UCL ഒരു കിഡിലൻ ഗോൾ അടിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിലും ഒരു കിണ്ണങ്കാച്ചി ഗോള്. നമ്മുടെ സെരിയയിലെ നാപ്പോളി വേഴ്സസ് ഇന്റർ മിലാൻ മാച്ച് നാപ്പോളി 3-1 ജയിച്ചു. നമ്മുടെ മക്സോസ് കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ആൾ ഈ ഒരു സീസണിലും നല്ല പെർഫോമൻസ് തന്നെയാണ്. ഒരു കിഡിലൻ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് ഉണ്ടായിരുന്നു. അന്റോണിയോ കോണ്ടെ, അതായത് നാപ്പോളി കോച്ച് വേഴ്സസ് ഇന്റർ മിലാൻ സ്ട്രൈക്കർ ലൗതാരോ മാർട്ടിനസും തമ്മിൽ. കോണ്ടെ ഇന്ററിലായപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ബോക്സിംഗ് മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തത് ഒരു റിയൽ ബോക്സിംഗ് മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ടേനോ. ബൈ ദ വേ, കുറച്ച് ദിവസം മുന്നേ UCL PSVക്കെതിരെ 6-2 തോറ്റ ടീമാണ് കേട്ടോ നാപ്പോളി. എന്നിട്ടാണ് ഇവർ ഇന്ററിനെതിരെ 3-1 ജയിക്കുന്നുണ്ട്. എന്തോ. പ്രീമിയർ ലീഗില് കുറച്ച് ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ്. ആദ്യം തന്നെ ചെൽസിന്റെ കേസിൽ ഇവർക്ക് എന്താ വയ്യേ? ഞാൻ ഓരോ സമയത്തും ഇവർ നന്നായി എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത മാച്ചിൽ കൊണ്ട് ഇവര് തോൽക്കേ സമനിലാവേ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇന്നലെ സണ്ടർലൻഡിനെതിരെ 2-1 തോൽവി, അതും 93-ാം മിനിറ്റിലൊക്കെ ആയിട്ടാണ് അവര് ആ ഒരു സെക്കൻഡ് ഗോൾ കൺസീഡ് ചെയ്തത്. അവർ കൺസീഡ് ചെയ്ത ആ ഒരു ഗോൾ കാണുമ്പോൾ ചെൽസി ഫാൻസിനൊക്കെ ദേഷ്യം വരും. അങ്ങനത്തെ ഒരു കൺസീഡിങ് ആണത്. നിലവിൽ സണ്ടർലൻഡ് ആണ് കേട്ടോ 2ാം സ്ഥാനത്ത്. കാരണം എന്താ, ലിവർപൂൾ പിന്നെയും തോറ്റു. 3 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രീമിയർ ലീഗിൽ തോറ്റപ്പോൾ തന്നെ നമ്മളൊക്കെ അന്തം വിട്ടതാ. ഇനിയെങ്കിലും ഒന്ന് റെഡി ആവുമെന്ന് വിചാരിച്ചപ്പോൾ ഇല്ല, 4ാമത്തെ മാച്ചിലും തോറ്റ്. ബ്രെൻഫോർഡിനെതിരെ 3-2 തോൽവി. ആകെ പറയിപ്പിക്കാതിരുന്ന ഒരു ബിഗ് ക്ലബ്, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അവര് 4-2 ബ്രൈറ്റനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ചെങ്ങായിക്ക് മുടി വെട്ടാൻ കഴിയുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ 3 മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ജയിച്ചിട്ടുണ്ട്. ഇനിയുള്ള 2 മാച്ചസ്, ഒന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ആൻഡ് ദ 5th മാച്ച് വേഴ്സസ് ടോട്ടനം ഹോട്ട്സ്പർ. ടോട്ടനത്തിനെയാണ് എല്ലാവരും ബോട്ട്ലേഴ്സ് എന്നൊക്കെ പറയാന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് ആ ഒരു മാച്ച് ബോട്ടിലെയും ഒരു മിക്കവാറും ജയിക്കാൻ ചാൻസ് ഇല്ല. പിന്നെപ്പോ എന്താ, ആ ചെങ്ങായി ജീവിച്ചു പോട്ടേന്ന്. ഓന് യുണൈറ്റഡ് 5 മാച്ച് ജയിച്ചിട്ട് മുടി വെട്ടുക എന്നല്ലാതെ വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. എങ്ങാനും ആ 5ാം മാച്ചിൽ യുണൈറ്റഡ് തോറ്റ ഓനുണ്ടാവുന്ന ഒരു റീച്ച് ഉണ്ട്. ഓ മാക്സിമം ഊറ്റിയെടുക്കട്ടെ എന്ന്. ഇത്രയും കാലവും കഷ്ടപ്പെട്ടതല്ലേ, അതിനുള്ള റിസൾട്ട് വന്ന് തുടങ്ങണുള്ളൂ. അത്ര കൊള്ളൂ. ആൻഡ് ഇന്ന് എൽ ക്ലാസിക്കോന്റെ ടൈമിൽ ഒരു ലൈവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. ബൈ.